കുക്കുവിനെ പോയിട്ട് അവളുടെ നിഴലി തൊടാൻ പോലും എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം കുക്കു എൻ്റെ ജീവനാ. അവളെ തൊടണമെങ്കിൽ ഞാൻ ആദ്യം ഇല്ലാതെയാവണം. ആ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. നിന്നേക്കാൾ എപ്പോഴും അവളെനിക്ക് മുകളിൽ തന്നെയാണ്. എൻ്റെ സ്നേഹത്തിലായാലും എൻ്റെ പരിഗണനയിലായാലും കുക്കു കഴിഞ്ഞിട്ടേ നീ ഉള്ളൂ. ശരിക്ക് കുക്കു കഴിഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടല്ലേ. അപ്പം എനിക്ക് വേണ്ടി നീയും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മതി, എനിക്കത് മാത്രം മതി. എന്റെ പൊന്നു കഴിഞ്ഞ് ഓടിക്കും എന്റെ പൊന്നോക്കി നീ ഒന്ന് നിന്നെ. അത് നിന്റെ പപ്പ അല്ല ഫ്രഞ്ച് ട്യൂഷൻ ട്രൈ ചെയ്തായിരിക്കുള്ളൂ. നിന്നെ. ഹലോ മാഡം, കുറച്ച് ധൃതിയിലോട്ടത്തിലാണെന്നറിയാം. എന്നാലും ആ ധൃതിയിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ മാഡത്തിൻ്റെ അച്ഛൻ്റെ പുതിയ സെക്രട്ടറി. അപ്പോൾ ഗുഡ് മോർണിംഗ് റിയാല മാഡം. എൻ്റെ പേര് സയോമിയ ഇക്ബാൽ. ഓഹോ, ഓവർ സ്മാർട്ടാണല്ലേ. എന്നാലേ എനിക്കിത്ര ഓവർ സ്മാർട്ട് കാണിക്കുന്ന ആൾക്കാരെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. സോറി മാഡം, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കത്തില്ല. ഞാൻ പറഞ്ഞു തുടങ്ങി തന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റി. അതിനർത്ഥം തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്റെ പൊന്നു പൂക്കി, നീ അതിനെ ഇങ്ങനെ കിടന്ന് കടിച്ചു കയറില്ലേ? പേടിച്ചു പോവും. വിട്ടേക്ക്. ഇന്നു മുതലാണ് താങ്കൾ സ്റ്റാഫുകളെ ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. ഇതുവരെ എന്നെ പോലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്റെ പൊന്നു കുക്കി, നീ അതങ്ങ് വിട്ടേക്ക്. ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ പെടാപ്പാടല്ലേ. വിട്ടേക്ക്. എന്റെ പൊന്നു സയോമി, താൻ ഇതൊന്നും എന്റെ പേടിക്കല്ല കേട്ടോ. ഞാൻ ചുമ്മാ തന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കളിച്ചതാ. ഞാനിങ്ങനെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാ. ചുമ്മാ തന്റെ അടുത്തൊന്ന് ദേഷ്യപ്പെട്ടതാ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളെ പറയണ്ടല്ലോ, പപ്പ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ നേരത്തെ കണക്ഷൻ ഉണ്ടെന്ന്. അപ്പം എന്തോ മനുഷ്യ താൻ ഇങ്ങനെ നോക്കി നിൽക്കണേ. ഒരാൾ വരുമ്പോൾ വീട്ടിൽ വിളിക്കണ്ടേ? തന്നെ തനിക്ക് ഞാൻ പിന്നെ ഒരു കോഫി എടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാം. മാം കൈൻഡാണെന്ന് സാറ് പറഞ്ഞ് എനിക്കറിയാം. പക്ഷെ മാം പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ, ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഷോക്കായിപ്പോയി. സാറല്ല മാം, എനിക്ക് കോഫി വേണ്ട. ഓക്കെ, അപ്പോൾ കോഫി കുടിക്കില്ല അല്ലേ? എന്നാൽ പിന്നെ തനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്കാം. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് അത് മോശമല്ലേ? താൻ കുടിച്ചേ പറ്റൂ. വിളിക്കും. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ തനിക്കൊരു ജ്യൂസ് എടുത്തിട്ട് വരാം. ശരി എന്നാ. എന്താ കുക്കു, ഇനി എന്താ പപ്പയും മമ്മിയും വന്നില്ലേ? അല്ല, ഇനി വല്ല റെസിപ്പിയും വേണോ? റെസിപ്പി ഇനി വേണമെങ്കിൽ പറഞ്ഞോ. ഏത് ഫുഡിൻ്റെ വേണേ? ചിനി മമ്മി, ഒരു ഫുഡ് അത് കഴിച്ചാൽ ഒരു 2-3 ആഴ്ചത്തേക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റരുത്. ജ്യൂസാണ് ഐറ്റം. അങ്ങനെയുള്ള ജ്യൂസ് ഐറ്റം ഉണ്ടോ? നിനക്കെന്താ കുക്കു വല്ല പ്രാന്തുവാണോ? ജ്യൂസ് ഐറ്റം അതിങ്ങനത്തെ അതൊന്നും ഉണ്ടാവില്ല. അല്ല നിർബന്ധമാണെങ്കിൽ വല്ല കേട് വന്ന തക്കാളിയും കുറച്ച് ബിയർ. എൻ്റെ പൊന്നു ചിനിമമ്മി, ബിയറോ? എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ മണത്ത് അവൾക്ക് മനസ്സിലാവും. അതെ, ഈ ജ്യൂസ് ഉണ്ടല്ലോ, ആർക്കെന്നറിയോ? ചിനിമമ്മയുടെ ആസ്ഥാന ഇനിമിയില്ലേ, ആ ചെന്തൂന. അതെ, ജിനിമമ്മി പറഞ്ഞിട്ടില്ലേ, എന്നെയും കടുവയും കെട്ടിക്കാൻ വേണ്ടി ഒരു സാധനത്തെ ചിനിമമ്മി കഷ്ടപ്പെട്ട് ഓടിച്ചിട്ടുണ്ടെന്ന്. തൊട്ടും തൊടാതെയും ഒക്കെ ചിനിമമ്മി കുറച്ച് കഥക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിനിമമ്മി ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നതുകൊണ്ട് മുഖം കണ്ട ഈ ചെന്ന് എനിക്ക് തിരിച്ചറിയാം. ഇപ്പം അതിൻ്റെ പപ്പയുടെ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ആ കുട്ടിയെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. കടുവയായിട്ട് സംസാരിക്കുക. സൊള്ളല് അതിനെ ഓടിക്കാനായിട്ടാണ് ഒരു സാധനം ചോദിച്ചത്. കോഫി വേണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ വല്ല ജ്യൂസ് ഐറ്റം എടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജ്യൂസ് ചോദിച്ചത്. എന്റെ പൊന്നു കുക്കു, നീ എന്താ പരിപാടി കാണിച്ചേ? അവിടെ വന്ന വഴിക്ക് ഇറക്കി വിട്ടൂടെ? സ്റ്റാഫിന് കൂടെ തന്നെ സ്റ്റേ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് ഒരു കിണ്ണം കാച്ചി ഐറ്റം ഉണ്ട്. സംഭവം അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം ഞാൻ സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം സാധനം കിണ്ണം കാച്ചിട്ടുവാണെങ്കിലും ചാവൂന്നുള്ള കാര്യം സംശയമാണല്ലോ. ചത്ത കൊലക്കുത്തി തന്നെ ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ലേ? ഓ പിന്നെ ചത്തൊന്നും പോകത്തില്ല. പിന്നെ ചത്താലും ചോദിക്കാനും പറയാനൊന്നും അതിനാരും ഇല്ലെന്നേ. എല്ലാത്തിനും വിട്ടിട്ട് വന്നേ. ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്നിൻ്റെ കെട്ടവും മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചത്ത ആ കൊലക്കുട്ടി ഞാനങ്ങ് ഏറ്റെടുക്കാം. അയ്യോ,
കടുവ ചോദിക്കോ? അത് പ്രശ്നമാവില്ലേ? കടുവ ഇത് ഞാനെങ്ങാനോട് ഉണ്ടാക്കിയെന്നറിഞ്ഞാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആ ജ്യൂസ് അങ്ങെടുത്ത് നിന്റെ പപ്പയ്ക്ക് തന്നെ നീ കൊടുത്താൽ മതി. എൻ്റെ ആവശ്യത്തിനാണെങ്കിൽ അത് നീ എടുത്ത് കുടിച്ചാലും മതി. ചാവുകയാണെങ്കിൽ ചത്തോട്ടെ. അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടം കിട്ടും.